12th എത്തിയ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, സാറേ പുതിയ എൻസിഇആർടി ടെക്സ്റ്റ് വാങ്ങണോ, പഴയ ടെക്സ്റ്റ് തന്നെ ഉണ്ട്? സ്വാഭാവികമായിട്ടും സീനിയേഴ്സ് ആ മണം പോലും മാറാതെ അല്ലെ വെച്ചിരിക്കുന്ന കാലാകാലങ്ങളായിട്ട് കൈമാറി വരുന്ന കുറെ ടെക്സ്റ്റുകൾ ഉണ്ടാവും. അത് തന്നെ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. മക്കളെ, പഴയ ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചില കറക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ കറക്ഷൻസ് വന്ന 11th-ലാണെങ്കിലും 12th-ലും ചില കറക്ഷൻസ് വന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് നോക്കിയാലോ ഈ എൻസിഇആർടി ടെക്സ്റ്റുകളിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവസാനം വരെ കാണുക, കാരണം ചില പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യത്തെ കറക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. അതിൽ ഓൾഡ് എൻസിഇആർടിയിൽ നമുക്ക് ഇങ്ങനെയാണ് തന്നിരുന്നത്. ദാറ്റ് ഈസ് ദ കോൺകോപ്പ്, ദ ടസൽസ് യു സി ആർ നത്തിങ് ബട്ട് ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ ആ ടസൽസ് എന്നത് തെറ്റാണ്. അത് ഇപ്രാവശ്യത്തെ ഇതിൽ മാറ്റിയിട്ടുണ്ട്. ദ ഇയേഴ്സ് യു സി എന്ന് മാറ്റിയിട്ടുണ്ട്. സോ അതാണ് പുതിയ കറക്ഷൻ. അതുപോലെ തന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് എൻസിഇആർടിയിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഇങ്ങനെയായിരുന്നു. അതായത് മാമറി ഗ്ലാൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ ദ ലാക്ടിഫറസ് ഡക്ട് ത്രൂ വിച്ച് ദ മിൽക്ക് ഈസ് സക്ഡ് ഔട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ലാക്ടിഫറസ് ഡക്റ്റിൽ നിന്നാണ് മിൽക്ക് പുറത്തേക്ക് പോകുന്നത് എന്നൊരർത്ഥത്തിൽ. പക്ഷെ ഇപ്രാവശ്യത്തിൽ അത് മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാക്ടിഫറസ് ഡക്ട് ആൻഡ് ഓപ്പൺസ് അറ്റ് ദ നിപ്പിൾ ഫ്രം വെയർ ദ മിൽക്ക് ഈസ് എക്സ്പ്രസ്ഡ് ഡ്യൂറിങ് ദി ബ്രസ്റ്റ് ഫീഡിങ് എന്നാണ്. അതായത് ലാക്ടിഫറസ് ഡക്ട് ഡയറക്റ്റ് ആയിട്ടല്ല നമുക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് സക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെയോ അത് നിപ്പിളിലൂടെയാണ് ആ പാല് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൃത്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മോളിക്കുലർ ബേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓൾഡ് എൻസിഇആർടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ബേസസിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ദ ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ പീപ്പിൾ, എല്ലാ മനുഷ്യരിലും ബേസസ് സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പുതിയ എൻസിഇആർടിയിലേക്ക് വന്നപ്പോൾ ബേസസ് ആർ എക്സാക്ട്ലി ദ സെയിം ഇൻ ഓൾ ഹ്യൂമൻസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾ പീപ്പിൾ എന്നുള്ളത് മാറ്റി ഹ്യൂമൻസ് എന്നാക്കി. അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം, പീപ്പിൾ എന്ന വേർഡിൽ നിന്നും ഹ്യൂമൻസ് എന്ന വേർഡിലേക്ക്, കാരണം മനുഷ്യരിലുള്ള കേസാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എവല്യൂഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഓൾമോസ്റ്റ് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയിൽ, യൂണിവേഴ്സിന്റെ ഒരു ഏജിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് പറയുന്നിടത്താണ് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് എന്നുള്ളതാണ് പഴയ എൻസിഇആർടി പറഞ്ഞതെങ്കിൽ പുതിയ എൻസിഇആർടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഓൾമോസ്റ്റ് 13.8 ബില്യൺ ഇയേഴ്സ് എന്നാക്കിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി സ്പെസിഫൈഡ് ആണ്. 20 ബില്യൺ എന്ന് പറയുന്ന എറൗണ്ട് വേർഡിനെ മാറ്റിയിട്ട് 13.8 എന്ന് പറയുന്ന സ്പെസിഫൈഡ് ബില്യൺ ഇയേഴ്സ് എഗോ ആണ് യൂണിവേഴ്സിന്റെ ഏജ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ദാറ്റ് ഈസ് എൻസിഇആർടിയിൽ നമ്മുടെ പിക്ചറിൽ, അതായത് ഓവുലേഷന്റെ പിക്ചറിൽ ഓവം റിലീസ് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓവം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ സ്പേം എൻട്രി അവിടെ നടക്കണം. ഇവിടെ സ്പേം എൻട്രി ആവാതെ തന്നെ ഓവം എന്ന് നമ്മുടെ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പുതിയ എൻസിഇആർടി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റഡ് ടു സെക്കൻഡറി oocyte. കാരണം സെക്കൻഡറി oocyte ആണ് ആക്ച്വലി റിലീസ് ചെയ്യുന്നത്. അത് പിന്നീടാണ് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയുമായിട്ട് മാറുന്നത്. സോ ഇങ്ങനെയുള്ള മേജർ ചേഞ്ചസ് നമ്മുടെ എൻസിഇആർടിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂ എൻസിഇആർടി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇഫ് യു ആർ ഹൈലി ഫോക്കസിങ് ഓൺ ദ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, പുതിയ എൻസിഇആർടി തന്നെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇതാണ് നമുക്ക് നമ്മുടെ ഈ അഗ്നി ബാച്ച് നമ്മൾ വരുമ്പോൾ ഓരോ കുട്ടിക്കും കൃത്യമായിട്ട് ടെക്സ്റ്റുള്ള പോയിന്റ്സ് പറഞ്ഞായിരിക്കും നമ്മൾ അഗ്നി ബാച്ചിൽ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 12th ബാച്ചിലേക്ക് ഇതുവരെ ജോയിൻ ചെയ്ത മക്കൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അഗ്നി 2.0 ബാച്ചിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻസ് നടക്കുന്നത്. സോ ഈ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. സോ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.